നമസ്കാരം. അഖിൽ മാരാർ അങ്ങനെ താൻ ഇന്നലെ ഇട്ട പോസ്റ്റ് മുക്കി ഓടിയിട്ടുണ്ട്. അതിന് പുറമെ മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്പുമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു 4-5 മണിക്കൂർ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോ പണ്ട് ആദ്യം ഇട്ട ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, അതവിടെ ഉണ്ട്. രണ്ടാമത് ഇന്നലെ ഇട്ട പോസ്റ്റാണ് അഖിൽ മാരാർ പിൻവലിച്ചുകൊണ്ട് ഒരു നെടുനീളൻ പിന്നീട് എന്താണ് അതിന്റെ വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അഖിൽ മാരാറിന് മനസ്സിലായി ഈ പറയുന്ന കാണിച്ചത് കൂട്ടിയതെല്ലാം ഞാൻ ഇപ്പോഴും പറയുന്നു അഖിൽ മാരാർ ഒരു രാജ്യദ്രോഹിയാണെന്നോ ഒരു പിന്നെ ദേശസ്നേഹി അല്ലാന്നൊന്നും എനിക്ക് വലിയ അഭിപ്രായം. പക്ഷെ ഇന്നലെ അഖിൽ മാരാർ ഈ ഒരു ആവേശത്തിൽ പുറത്ത് പറഞ്ഞു പോയ ഒരു സംഭവമുണ്ട്. നമ്മുടെ പിന്നീട് BLA ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ ആയുധം കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. അഖിൽ മാരാറിന്റെ മറ്റ് അഭിപ്രായങ്ങളോട് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കാം. അത് താങ്കൾ എന്തുവേണോ ചെയ്തു, അതിലെനിക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ ഇവിടെ രാജ്യദ്രോഹ കുറ്റമെന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന ബലൂച്ച് ആർമിക്ക് നമ്മളാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഗുരുതരമായ ആരോപണം. അതാണ് താങ്കൾ പോസ്റ്റ് പിൻവലിക്കാനുള്ള മെയിൻ കാരണം. അതാണ് ഇല്ലെന്നത് അഖിൽ മാരാർക്ക് പറയാൻ കഴിയില്ല. ഇന്നത്തെ വിശദീകരണത്തിലും വേറെ പലതും പറയുന്നുണ്ട്. പക്ഷെ മെയിൻ കാരണം ഞാൻ വീണ്ടും പറയുന്നു, അഖിൽ മാരാർ പറഞ്ഞ മറ്റു കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ എതിർപ്പോ അല്ലെങ്കിൽ വലിയ ദേഷ്യമൊന്നുമില്ല. അത് എന്റെ അഭിപ്രായമാണ്. അത് അഖിൽ മാരാറിന്റെ അഭിപ്രായം. അഖിൽ മാരാറിന്റെ രാഷ്ട്രീയം, കോൺഗ്രസിലെ രാഷ്ട്രീയം, പിന്നീട് ആ രാഷ്ട്രീയക്കാരന്റെ ഭാഷ്യമാണ് അതിൽ ഉണ്ടായത്. മോദിയെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഇപ്പൊ ഭരണകക്ഷത്തിൽ ഇരിക്കുന്നവരെ കുറ്റം പറയുക. അതുപോലെ തന്നെ അടുത്ത ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ സാരഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ BJP ഒന്ന് കുറ്റം പറയുക, അതൊക്കെ പറഞ്ഞോളൂ, അതൊക്കെ നിങ്ങളുടെ അവകാശമാണ്. മോദിയെ വരെ നമുക്ക് കുറ്റം പറയാം. പക്ഷെ രാജ്യത്തെ പറയുമ്പോ സൂക്ഷിക്കണം അഖിലെ, നല്ല രീതിയിൽ സൂക്ഷിക്കണം, മനസ്സിലായി. അതുപോലെ ഈ പറയുന്ന ബലൂചിസ്ഥാനൊക്കെ കൊണ്ട് ആയുധം കൊടുക്കുന്നതും ഫണ്ട് ചെയ്യുന്നതും ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ എത്ര വിവരമുണ്ട് അഖിലേ നിനക്ക്? അല്ലെങ്കിൽ നിങ്ങൾ ഇതിപ്പോ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയി എന്ന് കരുതിയാൽ പോലും നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടി കേൾക്കും. കുറച്ചെങ്കിലും വിവേകമുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിഞ്ഞെങ്കിൽ അപ്പോഴെങ്കിലും അത് കട്ട് ചെയ്ത് മാറ്റാൻ താങ്കൾ ശ്രമിക്കണമായിരുന്നു. പക്ഷെ താങ്കൾ അത് ശ്രമിച്ചില്ല. താങ്കൾ പറയുന്നതെല്ലാം ആൾക്കാരങ്ങ് വിഴുങ്ങും. താങ്കൾ പറയുന്നതാണ് പിന്നെ വേദവാക്യം എന്ന് മറ്റുള്ളവർ കാണുമെന്ന് താങ്കൾ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ എന്തായാലും അണ്ണാക്കിൽ കൊടുക്കുന്ന ആ രീതിയിലുള്ള വിമർശനമാണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ള വിമർശനം അഖിൽ മാരാറിന് വന്നു. അവസാനം ആ പോസ്റ്റ് മുക്കിക്കൊണ്ട് മാപ്പുമായിട്ട് വിശദീകരണവുമായിട്ട് വരേണ്ട ഗതികേടിലേക്ക് അഖിൽ മാരാറും വന്നിട്ടുണ്ട്. ഇനി ഈ പോസ്റ്റ് എന്താണെന്ന് ഞാനൊന്ന് ഓട്ടിച്ച് വായിക്കാം. നിങ്ങൾ കേട്ടില്ല, കുറച്ച് നീളമുള്ള പോസ്റ്റാണ്. രാജ്യമാണ് വലുത്, രാഷ്ട്രീയമല്ല. അതാണ് തുടക്കം. 2 ദിവസം മുമ്പ് വരെ വലിയ രാജ്യസ്നേഹിയായി എന്നെ കണ്ട പലരും ഇന്നിപ്പോ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ എന്റെ സംശയം, രാജ്യത്തെ സ്നേഹിക്കുന്നതാണോ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതാണോ രാജ്യസ്നേഹം എന്നാണ്. മനസ്സിലായോ? കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നത് രാജ്യസ്നേഹമെന്ന് ഞാൻ ഒരിടത്തും പറയത്തില്ല. പറയുന്ന നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ പറഞ്ഞതൊന്നും നമുക്കിവിടെ മാറ്ററേ അല്ല. കേന്ദ്ര സർക്കാരിനെ നിങ്ങളുടെ എന്ത് വേണോ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ തോന്നണ പറഞ്ഞു, അത് നിങ്ങളുടെ രാഷ്ട്രീയം. പക്ഷെ നിങ്ങളവിടെ രാജ്യത്തെ നിങ്ങൾ അവിടെ കാർഡിച്ചു കാണിച്ചു. അവിടെയാണ് വിഷയം അഖിൽ മാരാറെ. അടുത്ത, കേന്ദ്രമെടുത്ത പല തീരുമാനങ്ങളും അംഗീകരിക്കുകയും പിന്തുണ നൽകിയ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള എനിക്ക് അവരുടെ അഭിപ്രായങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അവസരമുണ്ട്. അവരുടെ അഭിപ്രായങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവസരം താങ്കൾക്കല്ല, എല്ലാ പൗരന്മാർക്കും ഉണ്ട്. ഇവിടെ ആരാ പറയുന്നത് അങ്ങനെ അഭിപ്രായമില്ലെന്ന്? അത് ഉണ്ട്. പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ ഇനി ഒരിക്കലും കയറരുത്. പാകിസ്ഥാനെ ഭൂമുഖത്തു നിന്നും തുളച്ചു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വെരി ഗുഡ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ രാജ്യസ്നേഹി എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ രാജ്യസ്നേഹി അഖിൽ മാരാർക്ക് തോന്നുകയാണ്. അഖിൽ മാരാർ അങ്ങനെ ഒരു രാജ്യസ്നേഹി ആയിരുന്നെങ്കിൽ ആ ബലൂചിസ്ഥാന്റെ കേസ് വരെ നിങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിക്കുമായിരുന്നു. മനസ്സിലായോ? നിങ്ങൾ ചിന്തിച്ചില്ല. മനസ്സിലായോ? അടുത്ത്, അതുകൊണ്ടാകാം എനിക്ക് അമേരിക്ക ഇടപെട്ട് ഇന്ത്യ ശരിവച്ച ഈ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത്. ലോകത്ത് വലിയൊരു ശക്തിയായി മാറാനുള്ള സുവർണ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി എന്ന വിഷമം ഉണ്ടാകുന്നത്. ലോകത്തിലെ വലിയൊരു ശക്തിയായി മാറാനുള്ള അവസരം ഈ പറയുന്ന ഇന്ത്യ തുലച്ചു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു. പണ്ടത്തെ പാകിസ്ഥാൻ അല്ല ഇന്നത്തെ പാകിസ്ഥാൻ. ഈ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള പാകിസ്ഥാൻ ഒന്നും അല്ല. അണുവായുധം ഉള്ള ശക്തിയായിട്ടുള്ള ഒരു പാകിസ്ഥാൻ ഉണ്ട്, അത് മറക്കരുത്. അതുമല്ല, ഇന്നത്തെ നമ്മുടെ പ്രസ് കോൺഫറൻസിൽ എല്ലാവരും വളരെ വ്യക്തമായിട്ട് എന്തുമാത്രം ഡാമേജ് ആണ് പാകിസ്ഥാന് കൊടുത്തതെന്നും ഏത് രീതിയിലാണ് ഇന്ത്യ ഈ ഒരു വെടിനിർത്തൽ കരാറിന് ഒപ്പുവെച്ചതും അല്ലെങ്കിൽ സമ്മതിച്ചതുമെന്നും ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഏത് രീതിയിലുള്ള അടിയാണ് കൊടുത്തിരിക്കുന്നതെന്ന്.
അവരുടെ എത്ര എയർ ബേസ് ആണ്, അതും വളരെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഇതുവരെക്കായിട്ടും ലോക രാജ്യങ്ങളിൽ ഇത് ഒരു രാജ്യവും പോലും ചെയ്യാത്ത ചങ്കൂറ്റമാണ് ഇന്ത്യ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മോദി കാണിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഈ പറയുന്ന അണുവായുധ ശേഷിയുള്ള ആണവ ശേഷിയുള്ള ഒരു രാജ്യത്തിന്റെ അകത്ത് കയറി ഇത്രയും 100-300 കിലോമീറ്റർ അകത്ത് പോയി അവരുടെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സംഭവം നശിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. 2000 ആർമിയുടെ വിശദീകരണത്തിൽ നിന്നും ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ മാത്രം തകർക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയില്ല. അപ്പൊ അതാണ് ആർമി പറഞ്ഞ സംഭവമാണ്. ഏറ്റെടുത്ത കർമ്മം മനോഹരമായി പൂർത്തിയാക്കിയ സൈന്യത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അതേസമയം RSSന്റെ 100ാം വാർഷികത്തിൽ അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രഖ്യാപനം നടപ്പിലാക്കും. മോദി പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞു മാറുമ്പോൾ ഭാരതത്തിനൊപ്പം POK കൂടി ഉണ്ടാകും എന്നൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടത് ഇല്ലാതായി എന്ന് തോന്നുമ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കല്ലാത്ത ആർക്കാണ് ദേഷ്യം വരിക? ഓക്കെ, എനിക്കുണ്ടായ വിഷമം താങ്കൾക്ക് ദേഷ്യം വരും, താങ്കൾക്ക് അത് നിങ്ങൾ പറഞ്ഞു. ഇവിടെ അതല്ല വിഷയം, ഈ മാറ്ററിലേക്ക് വാ അഖിൽമാരാർ, ഇതല്ല വിഷയം. താങ്കൾ ഈ പറയുന്ന മോദിയെ കുറ്റം പറഞ്ഞതല്ല വിഷയം. അത് വളച്ചൊടിക്കാതെ കാര്യത്തിലേക്ക് വാ. എനിക്കുണ്ടായ വിഷമം രാജ്യത്തെ വലിയൊരു വിഭാഗത്തിനും ഉണ്ടായത് കൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറി ട്വിറ്റർ അക്കൗണ്ട് പൂട്ടി ഓടേണ്ടി വന്നത്. ശരി, ഓക്കെ. ഭീകരവാദി ഇന്ത്യയെ ആക്രമിച്ചാലും മര്യാദയ്ക്ക് പറഞ്ഞ റോബർട്ട് വാദ്രയ്ക്ക് 2 അടി കൊടുക്കണമെന്ന് എഴുതിയത് ഇതേ രാജ്യസ്നേഹം കൊണ്ടാണ്, അല്ലാതെ കോൺഗ്രസ് സീറ്റ് കിട്ടാനല്ല. ഓക്കെ, സുരക്ഷയെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തപ്പോൾ ബി.ജെ.പി വളർച്ചയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടത് സുരക്ഷാ വീഴ്ചയല്ലേ അത് വളർച്ചയ്ക്ക് വേണ്ടി കോൺഗ്രസ് ചെയ്തതാണോ എന്ന ചോദ്യം ഉന്നയിച്ചത് ഞാൻ എന്ന രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ഇതൊക്കെ പുള്ളി ചോദിച്ചിട്ട് ഇതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. ഓക്കെ, നമ്മുടെ സേനയ്ക്ക് വേണ്ടി അവരുടെ പോരാട്ട വീര്യം ഉയർത്തി പോസ്റ്റുകൾ എഴുതിയത് രാജ്യസ്നേഹി ആയതുകൊണ്ടാണ്. ഓക്കെ, ഇന്നും ഞാൻ എതിർത്തത് ട്രംപിന്റെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊടുക്കാൻ അമേരിക്കയ്ക്ക് ലോക പോലീസ് ചമയാനുള്ള അവസരം കൊടുത്തത് കൊണ്ടാണ്. കുറഞ്ഞപക്ഷം അമേരിക്കൻ പ്രസിഡന്റിന് മോദി മറുപടി നൽകാത്തതിലാണ്. ശരി, ഇന്നലെ വരെ പ്രതിപക്ഷത്തെ എതിർത്ത് മോദിക്കും സൈന്യത്തിനും രാജ്യത്തിനും ഒപ്പം നിന്ന ഞാൻ എന്തുകൊണ്ട് തിരിച്ചു പറയേണ്ടി വന്നതെന്ന് ആലോചിച്ച് നോക്കുക. കുറഞ്ഞപക്ഷം എമ്പുരാൻ മുതൽ 2 ദിവസം മുൻപ് വരെ എന്റെ പോസ്റ്റുകൾ എന്താണെന്ന് വായിച്ചു നോക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. ശരി, എന്നിട്ട് പറയൂ, കോൺഗ്രസിന്റെ സീറ്റ് കിട്ടാനാണോ അതോ ഭാരതീയന്റെ അഭിമാന ബോധമാണോ എന്റെ എഴുത്തുകൾക്കെന്ന്? രാഷ്ട്രത്തിനൊപ്പമാണ്, രാഷ്ട്രീയത്തിനൊപ്പമല്ല എന്നാണ്. കറക്റ്റാണ്. രാഷ്ട്രത്തിനൊപ്പം നിൽക്കുക, രാഷ്ട്രീയത്തിനൊപ്പം അല്ല എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ഈ അഖിൽമാരാർ ഈ ഒരു കുറിപ്പിൽ പോലും അഖിൽമാരാർ പറഞ്ഞ മെയിൻ പോയിന്റ് ഇവിടെ പരാമർശിക്കാൻ പിന്നീട് ഈ പറയുന്ന അഖിൽമാരാർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അഖിൽമാരാർക്ക് പറ്റിയപ്പോയ അബദ്ധം, അല്ലെ എന്തുമാത്രം വലിയൊരു ഗുരുതരമായ ഒരു ആരോപണമാണ് ഇന്ത്യക്കെതിരെ അഖിൽമാരാർ ഇരുന്നു കൊണ്ട് പടച്ചുവിട്ടത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അഖിൽമാരാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പോസ്റ്റിൽ പോലും അതിനെ ഒന്ന് തൊട്ടുപോലും പോവാത്തത്. അതുകൊണ്ടാണ് ആ പോസ്റ്റ് മുക്കിയത്. ആ പോസ്റ്റിൽ താങ്കൾ മോദിക്കെതിരായിട്ട് പറഞ്ഞതൊന്നും നമുക്കിവിടെ മാറ്ററേ അല്ല. അത് ആർക്ക് വേണോ എപ്പോ വേണോ ഈ വിമർശിക്കാനുള്ള പിന്നീട് സ്വാതന്ത്ര്യം നമുക്ക് ആർക്കുണ്ട്? നമ്മുടെ മൗലിക അവകാശമായിട്ട് നമുക്ക് ഇന്ത്യയിലുള്ളവർക്കുണ്ട്. അത് താങ്കൾക്ക് ചെയ്യാം. അത് താങ്കൾ രാഷ്ട്രീയവൽക്കരിക്കുകയോ എന്തോ ചെയ്തു. പക്ഷെ താങ്കൾ അവിടെ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ് താങ്കൾ അവിടെ മുക്കിയത്. താങ്കൾ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള പോയിന്റ് BLAക്ക് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു, BLAക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യയാണ് പാകിസ്ഥാൻ ഈ പറയുന്ന BLA പാകിസ്ഥാനിലെ കയറി അടിക്കുക എന്ന് പറഞ്ഞത് BLA ഇന്ത്യ എന്ത് ചെയ്തു? ചതിച്ചു എന്നൊക്കെ പറഞ്ഞതിനാണ് താങ്കൾക്ക് ഈ പൊങ്കാല കിട്ടിയത്. എന്തായാലും തിരിച്ചറിവിന് നല്ല കാര്യം മനസ്സിലായല്ലോ. ഇതിന് വീണ്ടും ആൾക്കാരെ എന്ത് ചെയ്യണം? ഈ പോസ്റ്റിനോട് കൂടി ആൾക്കാരെ വീണ്ടും വഴിതെറ്റിക്കാനും എന്താണ് പറയുന്നത്, ഉടായ്പ കാണിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായി താങ്കൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് താങ്കൾക്ക് മനസ്സിലായതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.